ഈ സെർട്ടൻ സം എമൗണ്ട്സ് ടു എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു നിശ്ചിത തുക എന്ത് ചെയ്തിട്ടുണ്ട്, എമൗണ്ട്സ് ടു 15,748. അപ്പോൾ ഇത് എമൗണ്ട് ആണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി ഇൻ 3 years. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വർഷം കഴിയുമ്പോൾ ഞാനൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 15,748 രൂപ എമൗണ്ട് ആയിട്ട് മാറും. സോ എന്തൊക്കെ തന്നു, എമൗണ്ട് തന്നു, നമ്പർ ഓഫ് ഇയേഴ്സും തന്നു. അറ്റ് 6% പെർ ആനം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണെന്നാണ് പറഞ്ഞത്. അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല അല്ലേ. സോ അവിടെ വാല്യൂ മിസ്സിംഗ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ വാല്യൂ മിസ്സിംഗ് ആണ്, 6 എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. The same sum amounts to 16,510 at R plus 2% per annum simple interest in the same time. What's the value of R? മീനിങ് ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പം എമൗണ്ട് ഞാൻ ഇവിടെ ഒരു എമൗണ്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6. ഈ സെയിം എമൗണ്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ R plus 2%. അതായത് ഇവിടെ 5% ആയിരുന്നെങ്കിൽ ഇവിടെ 5 plus 2 7%. ഇവിടെ 10% ആയിരുന്നെങ്കിൽ ഇവിടെ 12%. ഇവിടെ എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിനെക്കാട്ടി 2% കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെ എത്ര വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, 3 വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. 3 വർഷം. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും 3 വർഷം കഴിയുമ്പോൾ ഇവിടുന്ന് എടുക്കുന്ന എമൗണ്ടും ഇവിടുന്ന് എടുക്കുന്ന എമൗണ്ടും ഫൈനൽ വാല്യൂവിന് വ്യത്യാസം വരും. കാരണം എന്താ, ഇവിടെ 5% കിട്ടിയതെങ്കിൽ ഇവിടെ 7%. അപ്പൊ ഇവിടെ കുറച്ച് എമൗണ്ട് കൂടുതലുണ്ടാവും. കാര്യം മനസ്സിലായില്ലേ. ഇവിടെ 12% ആണ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ 14% പ്ലസ് 2% 14%. അപ്പൊ ഇവിടെ കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ. ആ വ്യത്യാസമാണ് ഇവിടുന്ന് എനിക്ക് എടുത്തപ്പോൾ 15,748, ഇവിടുന്ന് എനിക്ക് എടുത്തപ്പോൾ 16,510. ആ വ്യത്യാസമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. കാര്യം മനസ്സിലായില്ലേ. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനൊന്ന് പിക്ചറൈസ് ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ പിക്ചറൈസ് ചെയ്യണം. ഓക്കെ. സോ ഞാനിവിടെ എക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ. സെയിം എമൗണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, സെയിം സം. ഓക്കെ. സോ ഇവിടെ ഒരു 3 വർഷം കഴിഞ്ഞു, ഇവിടെയും 3 വർഷം സെയിം വർഷം കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. 3 year. ഇവിടുന്ന് എനിക്ക് കിട്ടിയത് 15,748 ആണ്. ഇവിടുന്ന് എനിക്ക് കിട്ടിയത് 16,510 ആണ്. ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6% ആണ്, ഇവിടുത്തത് R plus 2% ആണ്. അതാണ് വ്യത്യാസം. അവർ തന്ന ക്വസ്റ്റിനെ ഞാൻ എന്ത് ചെയ്തു, പിക്ചറൈസ് ചെയ്തു. ഓക്കെ. ഇനി എന്താ കാണാൻ പറഞ്ഞത്, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് R അല്ലെ. ഈ സാധനമാണ് എന്നോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് കിട്ടുന്നുള്ളതാണ് കാണേണ്ടത്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോർമലി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പൾ കാണേണ്ടി വരും. ഓക്കെ. അപ്പോൾ പ്രിൻസിപ്പൾ കാണാനുള്ള മാർഗം എന്താണെന്നുള്ളത് നോക്കുക. ഞാൻ ആദ്യം ചെയ്ത പണി ഇവരുടെ ഡിഫറൻസ് എടുത്തു. ഇവരുടെ ഡിഫറൻസ് എടുത്തു. ഓക്കെ. അവരുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 16,510 മൈനസ് 15,748 ഈക്വൽ ടു 762 കിട്ടി. 762 കിട്ടി. ഓക്കെ. ഈ 762 രൂപ എന്ന് പറയുന്നത് എന്താ, പ്രിൻസിപ്പൽ സെയിം, നമ്പർ ഓഫ് ഇയേഴ്സ് സെയിം, നമ്പർ ഓഫ് ഇയേഴ്സ് സെയിം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് 2%. അപ്പൊ 2% എക്സ്ട്രാ കിട്ടിയ ഇൻട്രസ്റ്റ് അല്ലേ. എത്ര വർഷം കിട്ടിയിട്ടുണ്ടാവും, ഒരു വർഷം 2% കിട്ടി, അടുത്ത വർഷവും 2% കിട്ടി, അടുത്ത വർഷവും 2%. സോ 2 2 2 2 4 6 ടോട്ടൽ 6% കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ ആണോ. അപ്പൊ 762 രൂപ എന്ന് പറയുന്നത് ടോട്ടൽ 6% ആണ്. കാര്യം മനസ്സിലായോ. 762 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കിട്ടിയില്ലേ. സോ 2% ടോട്ടൽ 6%. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു തുകയെ അതിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, പ്രിൻസിപ്പൽ കിട്ടും. പറഞ്ഞിട്ടില്ലേ, ഒരു തുകയെ അതിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, പ്രിൻസിപ്പൽ കിട്ടും. ഓക്കെ. സോ ശ്രദ്ധിച്ചോ, 762 രൂപ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്, 6%. കാൽക്കുലേറ്റർ എടുക്കുക. ഒരു തുകയുടെ അതിന്റെ പെർസെൻറ്റേജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രിൻസിപ്പൾ കിട്ടും. സോ 12,700. അതാരാ, എക്സ്. ഈ എക്സിന്റെ വാല്യൂ ആണ് 12,700 എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായില്ലേ. പക്ഷെ അതല്ല കാണാൻ പറഞ്ഞത്. കാര്യം മനസ്സിലായോ, അതല്ല കാണാൻ പറഞ്ഞത്, പ്രിൻസിപ്പൾ കിട്ടി. ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇപ്പം എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട് അല്ലെ. ഇനി ആറ് കണ്ടുപിടിച്ചൂടെ. ഇനി ആരെങ്ങനെ കണ്ടുപിടിക്കുക, ഇനി ആറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർമുല യൂസ് ചെയ്തോ അല്ലെ. ഇനി ആറ് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമുല യൂസ് ചെയ്താൽ മതി. എങ്ങനെ നമ്മൾ ഫോർമുല യൂസ് ചെയ്യാം, അല്ലാതെ ഓപ്ഷൻ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമ്മൾ ഇതുവരെ ഓപ്ഷൻ ഇല്ലാതല്ലേ ചെയ്തേ. സോ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ അതുപോലെ ചെയ്താൽ മതി. അപ്പൊ എന്താ ചെയ്യാം, ഓക്കെ, എ ഈക്വൽ ടു പി ഇൻറ്റു 1 + IN അല്ലേ. എയുടെ സ്ഥാനത്ത് ഞാൻ 15,748 എന്ന് കൊടുത്തു. പ്രിൻസിപ്പളിന്റെ സ്ഥാനത്ത് 12,700 കൊടുത്തു. 1 + I നമുക്ക് കണ്ടുപിടിക്കണം. N എന്ന് പറയുന്നത് 3. ഓക്കെ. സോ കാൽക്കുലേറ്റർ എടുത്ത് ഒറ്റ സ്റ്റെപ്പിൽ എനിക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് കിട്ടണം, ഐയുടെ വാല്യൂ കിട്ടണം. ഒറ്റ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാം, 15,748 ഇൻറ്റു 12,700 ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 12,700
പിന്നെ ആരുണ്ടാവും, ഒരു +1 ഉണ്ടാവും അവിടെ. ആ +1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആവും. പിന്നെ × 3 ഇങ്ങോട്ട് വരുമ്പോൾ ÷ 3 അല്ലേ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് I = 0.08 എന്ന് കിട്ടും അല്ലേ. ×100 ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലോട്ട് മാറ്റാൻ പറ്റും. ദാറ്റ് ഈസ് 8%. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ് അല്ലേ, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഇനി അതിൻ്റെ കാൽക്കുലേറ്റർ സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാൻ സൈഡിൽ എഴുതി തരാം കേട്ടോ. ഓക്കെ, കാൽക്കുലേറ്റർ സ്റ്റെപ്പ്, ഇതിൻ്റെ കാൽക്കുലേറ്റർ സ്റ്റെപ്പ് വരുന്നത് 15,748. ഈ ×12,700 അങ്ങോട്ട് വരുമ്പോൾ /12,700. പിന്നെ ഈ +1 അങ്ങോട്ട് വരുമ്പോൾ -1, × 3 അങ്ങോട്ട് ചേരുമ്പോൾ ÷ 3 സോ ഇത്രയും ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 8% എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഞാൻ പറഞ്ഞു, ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓപ്ഷൻ യൂസ് ചെയ്തിട്ടും ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ